ഈ ഒരു കിറ്റ്കാറ്റിന്റെ ചോക്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് കത്താത്ത LED ബൾബ് കത്തിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു LED ബൾബ് നമുക്ക് ആദ്യം ഒന്ന് ഊരി നോക്കാം. ഇനി ഇതിലുള്ള ഓരോ LEDയും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ഇതിലെ ഒരു LEDയുടെ നടുഭാഗത്ത് ഒരു കറുത്ത കുത്ത് വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു LED കംപ്ലൈന്റ് ആണ്. ഇതുപോലെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ LEDകൾ ഇതേപോലെ നടുക്ക് കറുത്ത കുത്ത് വന്ന് അത് കംപ്ലൈന്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ശരിയാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ രണ്ടെണ്ണത്തിൽ കൂടുതലൊക്കെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ സക്സസ് ആവുള്ളൂ. ചിലപ്പോൾ അത് മൊത്തം കംപ്ലൈന്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കിറ്റ്കാറ്റിൻ്റെ ഈ ഒരു പുതിയ പാക്കിന് ക്യാഷ് ബാക്ക് ഓഫറും കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു QR കോഡും അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു കോഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടുകൊണ്ട് ആദ്യം ഇതാരാണോ ചെയ്യുന്നത് അവർക്ക് ഈ ഒരു ഓഫർ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് LED ബൾബ് കത്തിക്കാമെന്ന് നോക്കാം. ഇത് ആദ്യം കീറി പൊളിച്ച് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഒരു അലുമിനിയം കോട്ടിങ്ങോട് കൂടിയാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഷീറ്റ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറിയ ഒരു പീസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. ഈ ഒരു മുറിച്ചെടുത്ത പീസ് നമുക്ക് മൾട്ടിമീറ്ററിൽ ബസർ മോഡൽ ഇട്ടുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. കണ്ടോ ഈ ഭാഗത്ത് പ്രോബ് വെക്കുന്ന സമയത്ത് ബസർ അടിക്കുന്നതായിട്ട് കേൾക്കാം. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ബസർ അടിക്കുന്നില്ല. അതിനർത്ഥം ഈ ഒരു അലുമിനിയം ഫോയിലിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഒരു കറുത്ത കുത്ത് വന്ന LED കട്ട് ചെയ്ത് മാറ്റിയല്ലോ. അതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ആ ഒരു മെറ്റൽ പ്ലേറ്റിന് മുകളിലായിട്ട് ഈ ഒരു അലുമിനിയം ഫോയിൽ വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് അതവിടെ ഉറപ്പിച്ച് വെക്കണം. ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഇളകി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പശ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതൊന്ന് ഇതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ട് ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മൾ അലുമിനിയം പേപ്പർ വെച്ചില്ലേ അത് ആ LEDയുടെ മുകൾ ഭാഗത്തായിട്ട് കറക്റ്റ് വരണം. വേറെ എവിടെയും അത് ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. വേറെ എവിടെയെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ മൊത്തം അത് ഷോർട്ടായിട്ട് ആകെ കൂടി പുക വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. വാവ്, ദേ LED ബൾബ് കത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ ട്രിക്ക്? ഈ ഒരു ചോക്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ നമുക്ക് വേസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് LED ബൾബ് കത്തിക്കാൻ വേണ്ടി സാധിച്ചില്ലേ? ഇതേപോലെ LED കംപ്ലൈന്റ് ഉള്ള LED ബൾബ് മാത്രമേ ഇതേപോലെ കത്തിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഈ ഒരു LED ബൾബിന് ഈ ഒരു കംപ്ലൈന്റ് മാത്രമല്ല വരിക. ഇതിൻ്റെ ബോർഡുകളൊക്കെ വരുന്ന LED ബൾബ് ആണെങ്കിൽ ബോർഡിലും കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ LED കംപ്ലൈന്റ് ആയ LED ബൾബ് ആണ് എങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ട്രിക്ക് സക്സസ് ആവുള്ളൂ. അതുകൂടി നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കണം. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ട്രിക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.